വർഷങ്ങളോളമായുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷം കെ ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി ഉയർന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ശക്തനായ സംഘടനാ നേതാവെന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന കെ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പരമോന്നത ഭരണ പദവിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. 1962 മെയ് 15 കർണാടകയിലെ കനകപുരയിൽ ജനിച്ച ദൊഡൽഹള്ളി കമ്പഗൌഡ ശിവകുമാർ പൊതുവെ കെ ശിവകുമാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് കടന്നുവന്നത്. ചെറുപ്പം മുതൽ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി മാറി. 1989 അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം കർണാടക രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു. വിവിധ മന്ത്രിസഭകളിൽ മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ച അദ്ദേഹം വൈദ്യുത വകുപ്പ്, ജലസേചനം, നഗരവികസനം തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ ചുമതല നിർവഹിച്ചിരുന്നു. കെ ശിവകുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവാണ്. കോൺഗ്രസ് പ്രതിസന്ധി നേരിട്ട പല ഘട്ടങ്ങളിലും പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ പോലും അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടർ എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. 2019 കർണാടക കോൺഗ്രസ് അധ്യക്ഷനായി അദ്ദേഹം നിയമിതനായി. അന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി ശക്തമായ തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ശക്തമായ നേതൃത്വം ആവശ്യമായിരുന്നു. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കെ ശിവകുമാർ പാർട്ടിയെ അടിത്തട്ടിൽ നിന്ന് പുനർസംഘടിപ്പിക്കാൻ ശ്രമിച്ചു. 2023 കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വമ്പൻ വിജയത്തിന് പിന്നിലും കെ ശിവകുമാറിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അദ്ദേഹവും സിദ്ധരാമയ്യയും തമ്മിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നിരുന്നു. അവസാനം പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും ആയി ചുമതലയേറ്റു. എന്നാൽ അധികാര പങ്കിടലിനെ കുറിച്ചുള്ള ചർച്ചകൾ വർഷങ്ങളോളം രാഷ്ട്രീയ വൃത്തങ്ങൾ തുടർന്നു. 2026 ആ കാത്തിരിപ്പിന് വിരാമമായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഏകകണ്ഠമായി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. ഇന്ന് കെ ശിവകുമാറിന് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സംസ്ഥാനങ്ങളിലൊന്നായ കർണാടകയുടെ ഭരണ ചുമതലയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക്, അടിസ്ഥാന സൗകര്യ വികസനം, ജലപ്രശ്നങ്ങൾ, IT മേഖലയിലെ വളർച്ച എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ പരീക്ഷിക്കുന്ന വിഷയങ്ങളാണ്. അതോടൊപ്പം കോൺഗ്രസിനുള്ളിലെ വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുകയും അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ശക്തിയായി നിലനിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രധാന പരീക്ഷണങ്ങളിൽ ഒന്നായ ബാംഗ്ലൂരുവിലെ വൻ അടിസ്ഥാന സൗകര്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. കെ ശിവകുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ വിജയങ്ങളും വിവാദങ്ങളും ഒരുപോലെ കാണാം. നിരവധി നിയമ രാഷ്ട്രീയ വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഓരോ പ്രതിസന്ധിക്കും ശേഷം കൂടുതൽ ശക്തനായി തിരിച്ചു വരാനുള്ള കഴിവാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർ പറയുന്നത് കെ ശിവകുമാർ മികച്ച സംഘാടകനും ജനങ്ങളുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന നേതാവുമാണ്. അതേസമയം വിമർശകർ അദ്ദേഹത്തിൻ്റെ ഭരണശൈലിയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനാൽ മുഖ്യമന്ത്രിയുമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. കർണാടകയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിരവധി മുഖ്യമന്ത്രിമാർ വന്നു പോയിട്ടുണ്ട്. എന്നാൽ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും രാഷ്ട്രീയ നീക്കങ്ങൾക്കു ശേഷമാണ് കെ ശിവകുമാർ ഈ സ്ഥാനത്തെത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കാലഘട്ടം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായമായി കണക്കാക്കപ്പെടും.